കൊല്ലം പത്തനാപുരം ചിതൽവെട്ടി എസ്റ്റേറ്റിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. വനം വകുപ്പ് സ്ഥാപിച്ച കെണിക്കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. പുലർച്ചെ 3:30-ഓടെയാണ് പുലി കൂട്ടിലായത്. പുലിയെ റാന്നി ഫോറസ്റ്റ് ഡിവിഷനിൽപ്പെട്ട കക്കി വനമേഖലയിൽ തുറന്നുവിടും. ഒരു പുലിയുടെ സാന്നിധ്യം കൂടി പ്രദേശത്തുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. രാജ്കുമാർ വാർത്തയിൽ വിവരങ്ങൾ നൽകാനുണ്ട്. രാജ്കുമാർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭീതി പടർത്തുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്നാണോ നാട്ടുകാർ പറയുന്നത്? എന്താണ് ഉണ്ടായത്? രാവിലെയാണ്, പുലർച്ചെയാണ് പുലി കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. ഒരു പുലിയുടെ കൂടി സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങനെയെങ്കിൽ അതിനെ പിടിക്കാനുള്ള അതിനായുള്ള തെരച്ചിൽ ഏതു വിധത്തിലാണ്? അന്ന, കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ ചിതൽവെട്ടി, അതായത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെ കൃഷിഭൂമി കൂടിയാണ്. ആ പ്രദേശത്ത് ജനവാസ മേഖലയിൽ ലയങ്ങൾ ധാരാളമുണ്ട്, തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. അവിടെയാണ് കഴിഞ്ഞ ഒരു മാസമായി പുലിയും കുട്ടികളെയും കണ്ടതായിട്ടുള്ള അഭ്യൂഹം വരുന്നതും. പിന്നീട് ഇതിൻ്റെ ഏതാനും ദൃശ്യങ്ങൾ ലഭിച്ചു. അതിൽ 3-4 പുലികളെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. പക്ഷേ ഇതിൽ വനം വകുപ്പ് 2 പുലികളെയാണ് അന്നും സ്ഥിരീകരിച്ചിരുന്നത്. പിന്നീട് ഏതാണ്ട് ഒരു 20 ദിവസത്തോളം ഇത് സംബന്ധിച്ച് യാതൊരു ഇതൊന്നും കിട്ടിയില്ലായിരുന്നു. ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും ആ ക്യാമറയിലൊന്നും പുലിയെ പതിയും ചെയ്തിരുന്നില്ല. പിന്നീട് പുലിയുടെ മറ്റേ പാദത്തിൻ്റെ മുഴുവനും മാർക്കുകൾ തേടി വനം വകുപ്പ് നടത്തിയ നിരീക്ഷണത്തിൽ 2 പുലിയുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. പിന്നീടാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ പലരും ഈ പുലിയെ കണ്ടതായി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ SOP നേരത്തെ തന്നെ രൂപീകരിച്ചിരുന്നു. അതിൻ്റെ തീരുമാനപ്രകാരം ഈ പുന്നല റേഞ്ച് ഓഫീസറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ രാവും പകലും നിരീക്ഷണം നടത്തി വരികയായിരുന്നു. പിന്നീട് 5-ൽ നിന്നെത്തിച്ച കൂട് ഇവിടെ സ്ഥാപിച്ചു. ആദ്യം കൂടിൻ്റെ ഒരു സൈഡിൽ പട്ടിയാണ് ഇട്ടിരുന്നത്. പക്ഷേ ആ നായയെ അതവിടെ ഉണ്ടായിട്ടും പുലി കയറിയില്ല. പിന്നീട് തന്ത്രപരമായി ഈ നായയെ മാറ്റിയിട്ട് ഒരു ആടിനെ കയറ്റിയപ്പോൾ ആടിൻ്റെ ശബ്ദം കേട്ട് കൃത്യമായി വനം വകുപ്പ് വിരിച്ച വലയിൽ ആ പുലി കുടുങ്ങുകയായിരുന്നു. പെൺപുലിയാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 വയസ്സോളം പ്രായവും പറയുന്നുണ്ട്. അത് വെറ്റിനറി സർജൻ ഡോക്ടർ സിബിയാണ് ഇത് സ്ഥിരീകരിക്കുന്നതും. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുനലൂർ DFO S ജയശങ്കർ IFS അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കക്കിയിലേക്ക് ഇവിടുന്ന് അതിൻ്റെ വാഹനവ്യൂഹം പുറപ്പെട്ടു. പുലിയുമായി പുലി കൂടിലാക്കി അതിനെ കൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി വൈകിട്ടോടുകൂടി അവിടെ അതിനെ തുറസായ സ്ഥലത്ത് തുറന്നു വിടാനാണ്, കക്കി വനമേഖലയിൽ തുറന്നു വിടാനാണ് തീരുമാനം. ഇപ്പോൾ വാർഡ് മെമ്പർ നമ്മുടെ നസീമ, ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് എത്രത്തോളം ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട്? ഇനിയും പുലി ഉണ്ടെന്ന് പറയുന്നു. ഇങ്ങനെന്താ പറയാനുള്ളത്? നാട്ടുകാരുടെ എന്താണ് വാക്കുകൾ? ഇനിയും പുലിയുണ്ട്. അതായത് അന്ന് കണ്ടപ്പോൾ തന്നെ 5 എണ്ണത്തോളം ഇവിടുത്തെ ജനങ്ങൾ കണ്ടെന്നുള്ളതാണ്. ഞാനും ആ സമയത്ത് ഇവിടെ വന്നതാണ്. അപ്പോഴും നമ്മൾ 2 വലിയ പുലികളെയാണ് കണ്ടത്. ഈ 6 മാസക്കാലം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ജീവന് ഭീഷണിയായിട്ടാണ് നമ്മളോട് പരാതി പറഞ്ഞിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതും. അന്ന് മുതലേ DFOയുടെ ഭാഗത്തു നിന്നും അതുപോലെ റേഞ്ച് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് പകലും പുലിയെ കാണാൻ ഇവിടുത്തെ പ്രദേശവാസികൾ കണ്ടതായി അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ വിവരം DFOയിൽ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുലിക്കൂട് ഇവിടെ സ്ഥാപിച്ചത്. ഇന്നലെ ഒരെണ്ണം വീണു, ഇന്ന് വെളുപ്പിനെയാണ് വീണത്. ഇനിയുണ്ട്. അതിനെയും കൂടെ നീക്കം ചെയ്യാനുള്ള സഹകരണം ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വേണമെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ഈ ഏരിയ എന്ന് പറയുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ കൂടുതലും തോട്ടം തൊഴിലാളികളാണ് താമസിക്കുന്നത്. അവരുടെയൊക്കെ കുട്ടികൾ ഇവർ ജോലിക്ക് ഇറങ്ങിപ്പോയാൽ തനിച്ചാണ് സ്കൂളിലൊക്കെ പോകുന്നതും. ബസ് യാത്രയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഈ കുട്ടികൾ തനിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ശല്യം ഒഴിവായേ മതിയാകത്തുള്ളൂ. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ ഫോറസ്റ്റ് ആണെങ്കിലും ഇത് SFCKക്ക് ലീസിന് കൊടുത്തിട്ടുള്ള ഏരിയയാണ്. ഇവരിത് മത്സരിച്ചായിരിക്കും എന്തോ കാട് വെട്ടുന്നില്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനിവിടെ 2ാം തവണയും ജനപ്രതിയായ ഒരു വ്യക്തിയാണ്. അന്നു മുതലേ പറയുന്ന ഒരു കാര്യമാണ് കാട് നീക്കം ചെയ്യണമെന്ന്. അവരതങ്ങോട്ട് കൈക്കൊള്ളുന്നില്ല. ഫോറസ്റ്റിനോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്നാൽ അത് ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. രാജ്കുമാർ, ഭീതി പടർത്തുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഒരു മാസമായി തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇനി ഒരു പുലിയെ കൂടി കണ്ടെത്താനുണ്ടെന്ന്, 2 പുലികളെ മുൻപ് നാട്ടുകാർ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം ഏത് വിധത്തിലുള്ള ഒരു തെരച്ചിൽ ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്? അതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് പ്രദേശത്ത്?
നിലവിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പുലിയെ നേരത്തെ പുലി സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഈ വഴിയിലൂടെ പുലി സഞ്ചരിച്ചിരുന്ന സ്ഥലമാണ്. ഇതുവഴി തന്നെയാണ് നാട്ടുകാരും പോകുന്നത്, കുട്ടികൾ പോകുന്നതൊക്കെ. എന്തായാലും എല്ലാവരും ഭീതിയിലായിരുന്നു. ഏത് നിമിഷവും തങ്ങളുടെ മുന്നിലേക്ക് പുലി പാഞ്ഞു വീഴുമെന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു, ഭയപ്പാടിലായിരുന്നു. ഇപ്പോൾ ഭാഗികമായി, അതാണ് മെമ്പർ സൂചിപ്പിച്ചത്, ഭാഗികമായി ആശങ്ക ഒഴിഞ്ഞു. പക്ഷേ ഇനിയും പുലിയുണ്ട്, അതിനെ പിടികൂടണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം, മെമ്പറുടെ ആവശ്യം. മുഴുവനും ജനങ്ങൾ അങ്ങനെ തന്നെയാണ് ആവശ്യപ്പെടുന്നതും. ഒപ്പം തന്നെ ഫോറസ്റ്റും അതിനോട് അവർ വിയോജിക്കുന്നില്ല. ഇത് ഉടൻ തന്നെ ഈ പുലിയെ ഇതേ കൂട് തന്നെ ഇവിടെ എത്തിച്ച് അവിടെ തന്നെ വീണ്ടും സ്ഥാപിക്കാൻ തന്നെയാണ് നീക്കം. അല്ലെങ്കിൽ SOPയുടെ ഒന്നുകൂടി SOP കൂടുകയും ഇനി എവിടെയാണ് പുലിക്കൂട് വെക്കേണ്ടുന്നത്, ഈ പ്രദേശത്ത് തന്നെയാണ് വെക്കേണ്ടുന്നത്, അത്തരം കൊല്ലം കാര്യങ്ങളിൽ പത്തനാപുരത്ത് ചിതൽവെട്ടിയിൽ പുലി കൂട്ടിൽ കുടുങ്ങി, വനം വകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങി. ഇന്ന് രാവിലെ ആണ്, വെളുപ്പിനെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു പുലി കൂടി ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അതിന്റെ ആശങ്കയുണ്ട്. രാജ്കുമാറാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.